നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫസ്റ്റ് ഓൺ 24. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച കൗൺസിലർ ലാലി ജെയിംസിനെതിരെ കടുത്ത നടപടിയുമായി കോൺഗ്രസ് നേതൃത്വം. ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ നടപടി ഉറപ്പായിരുന്നു. ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം, അഴിമതി ആരോപണം, കോഴ ആരോപണം നേതൃത്വത്തിനുമേൽ ഉന്നയിച്ചതാണ്, പരസ്യമായി ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെ നടപടി. സൂരജ് സജി. ടി.കെ. ഇന്ന് രാവിലെയാണ് നേതൃത്വത്തിനെ വെട്ടിലാക്കുന്ന ആരോപണവുമായി ലാലി ജെയിംസ് രംഗത്തെത്തുന്നത്. ഈ പണം വാങ്ങിക്കൊണ്ട് മേയർ സ്ഥാനം വിറ്റു എന്ന തരത്തിലുള്ള ആരോപണമാണ് ലാലി ജെയിംസ് മുന്നോട്ട് വെച്ചത്. അത് DCC നേതൃത്വം മാത്രമല്ല, AICC നേതൃത്വത്തെ അടക്കം വെട്ടിലാക്കുന്നതായിരുന്നു ഈ ലാലി ജെയിംസിന്റെ ആരോപണം. പിന്നീട് അവർ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ DCC നേതൃത്വമാകട്ടെ പറഞ്ഞത് ലാലി ജെയിംസിനെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു DCC നേതൃത്വം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതിനുശേഷവും ലാലി ജെയിംസ് ഈ മേയർ തെരഞ്ഞെടുപ്പാകട്ടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാകട്ടെ ആ രണ്ട് തെരഞ്ഞെടുപ്പിലെയും പങ്കെടുക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും അതിനുശേഷം ഇരുവർക്കും ഈ ആശംസകൾ അടക്കം അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് ലാലി ജെയിംസ് മടങ്ങിപ്പോയത്. പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ ലാലി ജെയിംസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് അടക്കം പഴയകാല മുതിർന്ന നേതാക്കളടക്കം നമ്മളുമായി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. നേതൃത്വവുമായി അവർ അത്തരത്തിലൊരു ആശയവിനിമയം ഒക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ DCC നേതൃത്വമാകട്ടെ കർശന നടപടി ഉണ്ടാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ളവർക്ക് നേരെയായിരുന്നു ഈ ആരോപണം ഉണ്ടായത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഈ നിയമനം നടത്തിയത്. ഇവർക്ക് ഇവിടത്തെ പ്രവർത്തകരുടെ വികാരം അറിയില്ല, ആരാണ് ഇവിടെ പണിയെടുക്കുന്നതെന്ന് ഇവർക്ക് അറിയാതെയാണ് ഇത്തരം നിയമനം എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ലാലി ജെയിംസ് മുന്നോട്ട് വെച്ചത്. പെട്ടിയിൽ പണം കൊണ്ടുചെന്ന് അത് പലർക്കായി വിതരണം ചെയ്തു എന്ന കാര്യം പലരും തന്നെ വിളിച്ചു പറഞ്ഞു എന്ന അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ലാലി ജെയിംസ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതോടുകൂടി ലാലി ജെയിംസിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC നേതൃത്വം KPCCക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇപ്പോൾ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ലാലി ജെയിംസ് തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് തനിക്ക് ഇക്കാര്യം അറിയാൻ സാധിച്ചത്. പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രതികരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലാലി ജെയിംസ് പറയുന്നത്. ടി.കെ. ശരി, സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. DCC നേതൃത്വത്തിനെതിരെ, ജില്ലയിലെ നേതൃത്വത്തിനെതിരെ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റു എന്ന ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ് ലാലി ഉയർത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC നേതൃത്വം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നാളെ ജനങ്ങളോട് വിശദീകരിക്കാം എന്നാണ് ലാലി ജോർജിന്റെ പ്രതികരണം. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം കോൺഗ്രസ് ജില്ലാ നേതൃത്വം പണം വാങ്ങി വിറ്റു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ലാലിക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. മേയർ സ്ഥാനത്ത് നിന്ന് തന്നെ തഴഞ്ഞതിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു ലാലി ജെയിംസിന്റെ പ്രതികരണം. ഇതേ തുടർന്നാണ് പാർട്ടി ഇപ്പോൾ നടപടിയെടുത്തത്. വിവാദങ്ങൾക്കിടെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായും A പ്രസാദ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. ആദ്യഘട്ടത്തിൽ തന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നെങ്കിലും അവസാന ദിവസങ്ങളിൽ അട്ടിമറിക്കപ്പെട്ടെന്നാണ് ലാലി ജെയിംസിന്റെ ആക്ഷേപം. പണം വാങ്ങി മേയർ പദം വിറ്റെന്ന നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം. വിശ്വസിക്കാവുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും എന്നെ വിളിച്ചറിയിച്ചതാണ്. പൈസയുടെ ഇടപാട് നടക്കുന്നു, ആർക്കൊക്കെ കൊടുക്കണ്ടേ, എവിടേക്കാണ് കൊടുക്കണ്ടേ എന്നുള്ളത് ഭർത്താവ് തന്നെ പല ആളുകളോടും ചോദിക്കുന്നു എന്നുള്ള വാർത്ത അപ്പം എന്നെ അറിയിച്ചിരുന്നു ആളുകൾ. ചില കേന്ദ്രങ്ങളിൽ അവർ പോയിട്ട് ചോദിക്കുകയാണ് ആർക്കാണ്, എത്ര പേർക്ക് കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കണക്കെടുപ്പ് നടത്തിയ വ്യക്തികൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയാണ്. ഞങ്ങളോടാണ് ചോദിച്ചത് ആർക്കൊക്കെ കൊടുക്കണ്ടേ എന്നുള്ളതെന്നൊക്കെ പറയുന്നു. 4 തവണ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ ചതിച്ചെന്നും ഇനി ഒരു പദവിയിലേക്കുമില്ലെന്നും ലാലി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കും കഷ്ടപ്പെട്ടവരെക്കുറിച്ച് അറിയില്ലെന്നും ലാലി ജെയിംസിന്റെ വിമർശനം. ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയുമെന്നാണ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പ്രതികരണം. ഈ വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞു 27 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊന്നും പാർട്ടി പറഞ്ഞോളൂ, ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതേസമയം പണം വാങ്ങി മേയർ പദവി നൽകിയെന്ന ലാലി ജെയിംസിന്റെ ആരോപണത്തിൽ പൊതുപ്രവർത്തകനായ വിമൽ KK വിജിലൻസിന് പരാതി നൽകി. 24 തൃശൂർ. കൊച്ചി കോർപ്പറേഷൻ മേയറായി VK മിനിമോളും ഡെപ്യൂട്ടി മേയറായി ദീപക് ജോയും സ്ഥാനമേറ്റു. ഒരു സ്വതന്ത്രന്റെ അടക്കം പിന്തുണ UDF നേടി. VK മിനിമോൾ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തില്ല. മേയർ തെരഞ്ഞെടുപ്പിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അംഗ കൊച്ചി കോർപ്പറേഷനിൽ ഒരു സ്വതന്ത്രന്റെ ഉൾപ്പെടെ 48 പേരുടെ പിന്തുണയാണ് തെരഞ്ഞെടുപ്പിൽ VK മിനിമോളിനും ദീപക് ജോയ്ക്കും ലഭിച്ചത്. മിനിമോൾ മേയർ സ്ഥാനത്ത് 2.5 വർഷവും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് ദീപക് ജോയ്ക്ക് 2 വർഷവുമാണ് ടേം. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുമെന്ന് VK മിനിമോൾ. കൊച്ചിയിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി
UDFിനെ അധികാരത്തിലേക്ക് ഏറ്റിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും. മേയറെ നിശ്ചയിച്ചതിനെ ചൊല്ലി എതിർപ്പുന്നയിച്ച ദീപ്തി മേരി വർഗീസ് വോട്ടെടുപ്പിൽ പങ്കെടുത്തു. എന്നാൽ VK മിനിമോൾ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുത്തില്ല. മേയറെ നിശ്ചയിച്ചതിൽ KPCC മാനദണ്ഡം പാലിച്ചില്ലെന്ന പരാതിയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ദീപ്തി. KPCCയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതൊന്നും ഇനിയിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല. അതേസമയം മേയർ നിശ്ചയിക്കുന്നതിൽ താൻ ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഇവിടെ കോർപ്പറേഷനിൽ VD സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതിയ മേയറെ അനുമോദിക്കുന്ന ചടങ്ങിൽ കീഴ്വഴക്കം ലംഘിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കക്ഷി നേതാക്കളെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൗൺസിലർ ലാലി ജെയിംസിനെതിരെ കടുത്ത നടപടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. KPCC നേതൃത്വം ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കാൻ ലാലി ജെയിംസ് ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ലാലി ജെയിംസ്, ഈ നടപടിയുടെ കാര്യം നേതൃത്വം അറിയിച്ചിരുന്നു? ഇല്ല, എന്നെ ആരും അറിയിച്ചില്ല. ഇപ്പൊ മീഡിയാസ് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോ അങ്ങനെ കേട്ട സ്ഥിതിക്ക് അത് വാസ്തവമായിരിക്കുമല്ലോ. അപ്പോ അതിനൊന്നും ഞാൻ ഇപ്പൊ വേദനിക്കാനും ഒന്നും പോകുന്നില്ല. കാരണം സസ്പെൻഷൻ എത്ര നാളെ തന്നെ അത് മേടിക്കുക. കാരണം എന്റെ പാർട്ടിയല്ലേ, എന്റെ പാർട്ടി സ്നേഹിക്കും പ്രഹരിക്കും, ഇതൊക്കെ വാസ്തവമാണല്ലോ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതിനകത്തേക്ക് കൂടുതലായിട്ട് കടന്ന് ഞാൻ എന്റെ പാർട്ടിക്ക് ഡാമേജ് ഇപ്പൊ ഉണ്ടാക്കില്ല. കാരണം സസ്പെൻഷൻ അങ്ങനെ തന്നെ നിന്നോട്ടെ. അല്ല, ഈ കോൺഗ്രസ് ഒരു വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ DCC നേതൃത്വം, ജില്ലയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അവരൊക്കെ ഒരു ഒത്തുകളിയുടെ ഭാഗമായി കോഴ വാങ്ങി മേയർ സ്ഥാനം വിറ്റു എന്ന ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപം താങ്കൾ ഉയർത്തിയത് അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു ഓൾറെഡി. അതെന്നെ എന്റെ വായടപ്പിക്കാൻ വേണ്ടി ഇപ്പോ സസ്പെൻഷനൊക്കെ തരും. ആയിക്കോട്ടെ, ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. ഞാനൊരു കൗൺസിലറായി തന്നെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൗൺസിലറായി തന്നെ തുടരും. ഞാൻ പാർട്ടി വിട്ടുകൊണ്ടൊന്നും ഓടിപ്പോകാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഇനി പ്രവർത്തിച്ചു മരിക്കുന്നത് ഈ പാർട്ടിയിൽ തന്നെയായിരിക്കും. ഇത്തരത്തിലെ പക്വതക്കുറവ് കാണിക്കുന്ന ചില നേതാക്കള് പാർട്ടി അണികളെ പാർട്ടിയിൽ നിന്നും ഓടിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. പക്വതയോടുകൂടി പാർട്ടി നേതാക്കൾ അണികളോട് ഇടപെടുകയും കാര്യങ്ങളെ ഗൗരവമായി കാണുകയാണ് വേണ്ടത്. അല്ലാതെ സസ്പെൻഷൻ തന്ന് വായടപ്പിക്കുക, അപ്പൊ സസ്പെൻഷൻ കിട്ടിയതിന്റെ പേരിൽ പറയണ വെളിപ്പെടുത്തലാന്ന് പിന്നെ പറയാ, അതൊക്കെ അവർ എന്താണെങ്കിൽ ചെയ്തോട്ടെ. എന്നെ സംബന്ധിച്ച് ഈ സസ്പെൻഷൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പാർട്ടിയിൽ തന്നെ തുടരും. ലാലി ജെയിംസ്, ഈ കോൺഗ്രസിന്റെ സാധാരണയുള്ള നടപടിക്രമങ്ങൾ, സംഘടനാപരമായ രീതികൾ, ഇതൊക്കെ താങ്കൾക്ക് നന്നായി അറിയാവുന്നതാണല്ലോ. ഇങ്ങനെ ഈ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഗുരുതര സ്വഭാവത്തിൽ DCC നേതൃത്വം പണം വാങ്ങിയാണ് ഈ മേയർ സ്ഥാനം വിറ്റതാണ് എന്നതൊക്കെയുള്ള ആരോപണങ്ങൾ ഒരു മുതിർന്ന അംഗം ഉയർത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായി നടപടി വരുമല്ലോ ലാലി ജെയിംസ്? തീർച്ചയായിട്ടും. കാരണം നമ്മളെ പറഞ്ഞ് പറ്റിച്ച് ഇതുവരെ കൊണ്ടുവന്ന് മുന്നോട്ട് വെച്ച് അവസാനത്തെ 2 ദിവസം കൊണ്ട് പെട്ടെന്ന് പുതിയ ക്രൈറ്റീരിയ കൊണ്ടുവരുന്നു, പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു. ഒരു സ്ഥലത്ത് കൊച്ചിയിൽ ഒരു തീരുമാനം, തൃശ്ശൂരിൽ മറ്റൊരു തീരുമാനം, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പല ക്രൈറ്റീരിയയിലൂടെ ആളുകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മച്ചയും മാംസമുള്ള വികാരങ്ങളുള്ള വ്യക്തികളല്ലേ, നമുക്കും അതിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാവുമല്ലോ എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചില വശങ്ങളിലേക്ക് മാത്രമേ ഞാൻ കടന്നിട്ടുള്ളൂ. കൂടുതൽ വശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പാർട്ടിക്ക് ഡാമേജ് ഇനി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലാലി ജെയിംസ്, ഇത് ഈ ഇങ്ങനെ ഒരു നടപടി വന്ന പശ്ചാത്തലമുണ്ട്. ഇത് താങ്കൾ ഉയർത്തിയ ആരോപണം, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അത് ജനങ്ങളോട് വിശദീകരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും അതിന് ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്റെ പാർട്ടി ലീഡേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്യാതെ ഞാൻ ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കില്ല. കാരണം ഈ ഒരു സസ്പെൻഷൻ തന്നതുകൊണ്ട് ഭയപ്പെട്ടിട്ടല്ല, മറിച്ച് എനിക്ക് പ്രതികരിക്കാനുള്ളതെന്ന് കാലത്ത് ഞാൻ പ്രതികരിച്ചു. അല്ല, പാർട്ടി വേദിക്കകത്ത് ഈ ആരോപണം ഉന്നയിക്കാനായിരുന്നെങ്കിൽ താങ്കൾക്ക് വേറെ അവസരം നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറി താങ്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു പരസ്യ പ്രതികരണമായാണ് ഈ ആക്ഷേപം ഉയർത്തിയത്. ലാലി ജെയിംസ്,
23 വരയ്ക്കും ഉണ്ടായിട്ടുള്ള തീരുമാനം എന്നെ മാറ്റുന്നതായിട്ടുണ്ടായില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴേ എനിക്ക് അപ്പം പ്രതികരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കേവലം മണിക്കൂറുകൾ ബാക്കി നിൽക്കെ മേയറെ DCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന 1 മണിക്കൂർ മുമ്പ് ഞാനിത് അറിയുമ്പോൾ ഞാൻ എപ്പോഴാ പൊട്ടിത്തെറിക്കുക? പിന്നെ ക്രിസ്തുമസ് ആണല്ലോ, അന്ന് ഞാൻ ചാനലുകാരെ കണ്ടില്ല, ഇന്ന് ഞാൻ കണ്ടു. അല്ല, സംഘടനാപരമായ ചില രീതികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഒരു മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ നടപടി. കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തട്ടെ. കാരണം അവരുടെ മുഖം രക്ഷിക്കാൻ അവർക്കും ചില വെളിപ്പെടുത്തലുകളൊക്കെ പറയേണ്ടി വരുമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ പ്രതികരിക്കാമായിരുന്നു, ഇന്ന് എന്തിനാ പ്രതികരിച്ച? ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ഈ പ്രതികരണത്തിന് യാതൊരു തരത്തിലുള്ള വാല്യൂ ഇല്ല. കോൺഗ്രസിൽ ഈ തർക്കങ്ങളും അതിനെ തുടർന്നുള്ള പരസ്യ പ്രതികരണങ്ങളും ഒന്നും ഒരു പുതിയ കാര്യമല്ല. പലയിടത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ ഏറ്റവും ഗുരുതര സ്വഭാവത്തിലുള്ള ഈ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റതാണ് അത് നിങ്ങൾ അന്വേഷിച്ചോളീൻ, എങ്ങനെയുണ്ടായേ, എവിടെയാന്നൊക്കെ. അതിന്റെ പുറകിൽ പോവാൻ അല്ല, ഞങ്ങൾക്ക് ലാലി ജെയിംസ് പറഞ്ഞ അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് കൂടുതലായി ജനങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും വിശദീകരിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത്. ലാലി ജെയിംസ് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിനും തെളിവെടുപ്പിനും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പുറമെ നിന്ന് കേട്ടു, ആ കേട്ട കാര്യം എന്നെ വേദനപ്പെടുത്താണ്. അങ്ങനെയാണ് ഈ മേയർ സ്ഥാനം പൈസ കൊടുത്ത് അത് മേടിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് കേട്ടത്. അത് ചില സ്ഥലങ്ങളിൽ നിന്ന് അത് കൊടുക്കാൻ പോയവരെയൊക്കെ കേട്ടു, അവര് എന്നോട് അത് ഷെയർ ചെയ്തു. ലാലി ജെയിംസ്, താങ്കളുടെ കൈവശം ഇതിന്റെ തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാർട്ടിക്ക് കൈമാറും. നെവർ. എന്റെ കയ്യിൽ അത്തരം തെളിവുകളൊന്നുമില്ല. ആ തെളിവുകളുമായിട്ട് അന്വേഷിച്ചു പോകാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കേട്ട കാര്യം പറഞ്ഞു. ലാലി ജെയിംസ്, അവിടെയാണ് പ്രശ്നം. ഈ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത താങ്കൾക്കറിയാം. അവിടെ മേയറെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനവും മേയർ ചുമതലയേൽക്കുന്ന ദിവസവും ഒക്കെയാണ്. ആ ദിവസം താങ്കളുടെ കയ്യിൽ തെളിവില്ലാത്തൊരു ആരോപണം ഇങ്ങനെ ഉയർത്തിയാൽ സ്വാഭാവികമായും നടപടി വരില്ലേ? പിന്നെ നേതൃത്വത്തെ പഴിച്ചിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോ അത് വേണോ? അതിന്റെ കൂടുതൽ ക്യാമ്പുകളിലേക്ക് പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ആളുകളും നേതാക്കളും പ്രവർത്തകരും എന്റെ കൂടെ നിൽക്കുന്നവരായിട്ടുള്ള ആളുകളോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും ഇനി പ്രതികരിക്കുകയുള്ളൂ. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ലാലി ജെയിംസ്, കൗൺസിലർ, നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം പണം വാങ്ങി വിറ്റു എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കൗൺസിലർ ലാലി ജെയിംസിനെതിരെ കടുത്ത നടപടി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തും. ഷോർട്ട് ബ്രേക്ക്. ലേറ്റ് എഡിഷനിലേക്ക് വീണ്ടും. ചരിത്രത്തിലാദ്യമായി എറണാകുളം തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണതലപ്പത്ത് BJP 21 വോട്ട് നേടി അഡ്വക്കേറ്റ് PL ബാബു ചെയർമാനായി വിജയിച്ചു. LDFന്റെ 2 വോട്ട് അസാധുവായി. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷമായിരുന്നു BJPക്ക് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP വിജയം. 20 വോട്ടുകളുണ്ടായ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 18 വോട്ടുകൾ മാത്രം. LDFന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയടക്കം 2 പേരുടെ വോട്ടുകൾ അസാധുവായി. ഇതോടെ BJPയുടെ PL ബാബു തൃപ്പൂണിത്തുറ നഗരസഭയിൽ പുതുചരിത്രം കുറിച്ചു. തൃപ്പൂണിത്തുറയിലെ ആബാലവൃദ്ധം ജനങ്ങളും സാധാരണ തൊഴിലാളികളും കൂലിപ്പണിക്കാരും എല്ലാ ആളുകളും ഒരുപോലെ ആഗ്രഹിച്ചൊരു മാറ്റമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്രമാനുഗതമായിട്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ വളർച്ചയിൽ, വികസനത്തിൽ, മുന്നേറ്റത്തിൽ, പുരോഗതിയിൽ ഞങ്ങളുടെ വലിയ പങ്കുണ്ടാകും. വോട്ടുകൾ അസാധുവാക്കിയതിന് പിന്നിൽ BJP CPIM ഡീലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJPയിൽ വല്ലാത്ത കലഹം നടക്കുകയാണ്. ആ BJPയുടെ വോട്ട് അസാധുവാകും എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറികടക്കുവാൻ CPM മനഃപൂർവ്വം ചെയ്ത ഒരു കളിയുടെ ഭാഗമാണ് ഈ 2 വോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 40 വർഷം LDFും 5 വർഷം UDFും ഭരിച്ച നഗരസഭയാണ് BJP പിടിച്ചെടുത്തത്. നഗരസഭയിലെ മിന്നും പ്രകടനം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP പുറത്തെടുത്താൽ LDFനും UDFനും അതൊരുപോലെ തലവേദനയാകും. 24 കൊച്ചി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി BJPയുടെ P സ്മിതേഷിനെ തിരഞ്ഞെടുത്തു. വിഭാഗീയത രൂക്ഷമായ പാലക്കാട് ആദ്യഘട്ടത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സ്മിതേഷിനെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മത്സരരംഗത്ത് ഇറക്കിയത്. 53 അംഗ നഗരസഭയിൽ 25 വോട്ട് നേടി P സ്മിതേഷ് ചെയർപേഴ്സണായി. UDFന് കിട്ടിയത് സ്വതന്ത്രനുൾപ്പെടെ 19 വോട്ട്. LDFന് 9 വോട്ട് ലഭിച്ചു. 2ാം ഘട്ട വോട്ടെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾ വിട്ടുനിന്നു. ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വൈകിയെത്തിയ കോൺഗ്രസ് പ്രതിനിധിയെ റിട്ടേണിംഗ് ഓഫീസർ പുറത്താക്കി. ഇതോടെ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1 വോട്ട് നഷ്ടമായി.
25 വോട്ട് നേടി ടി ബേബി വൈസ് ചെയർപേഴ്സണായി. ബി.ജെ.പിയിൽ വിഭാഗീയത രൂക്ഷമായിരുന്ന പാലക്കാട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് സ്മിതേഷിനും ഇ കൃഷ്ണദാസിനും ടിക്കറ്റ് നൽകിയത്. 4 തവണ കൌൺസിലറായിരുന്ന സ്മിതേഷ് 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതാണ്. ആദ്യഘട്ടത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സ്മിതേഷ് അധ്യക്ഷനാകുന്നതോടെ പാലക്കാട്ടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൊളിച്ചെഴുതുന്ന നീക്കങ്ങൾക്കാകും പാർട്ടിയും നഗരസഭാ ഭരണവും സാക്ഷ്യം വഹിക്കുക. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സ്മിതേഷ്. ബി.ജെ.പി എല്ലാ ഘട്ടത്തിലും ഒറ്റക്കെട്ടത്. ബി.ജെ.പിക്കകത്ത് യാതൊരു വിഭാഗീയതയില്ല. പാർട്ടി ആകുമ്പോൾ അഭിപ്രായങ്ങളും അപ്രത്യക്തം സ്വാഭാവികം. അത് പാർട്ടിക്കകത്ത് പറയും, പാർട്ടിക്കകത്ത് പ്രകടിപ്പിക്കും. പാർട്ടി ഒറ്റക്കെട്ടിൽ നിന്ന് മുന്നോട്ട് പോകും. സ്വതന്ത്രനായി ജയിച്ചു വന്ന കൌൺസിലറെ LDFും UDFും പിന്തുണച്ച് മതേതര മുന്നണി രൂപീകരിക്കുമെന്ന അഭ്യൂഹം ബി.ജെ.പിക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ അത്തരം നീക്കത്തിലേക്ക് ഇരുമുന്നണികൾ നീങ്ങാത്തതും അവസാന നിമിഷം ബി.ജെ.പിക്ക് അനുകൂലമായി. 24 പാലക്കാട്. ഉത്തർപ്രദേശിലെ ഉന്നാവ് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുൻ ബി.ജെ.പി MLA കുൽദീപ് സിംഗ് സെൻഗറിന്റെ ജീവപര്യന്തം തടവ് മരവിപ്പിച്ച ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിൽ. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ CBI സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകുന്നു. വിവരങ്ങൾ അച്യുതൻ. റിജിത്ത്, ഇപ്പോൾ ഉന്നാവ് ബലാത്സംഗ കേസിൽ CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഡൽഹി ഹൈക്കോടതി പ്രതിക്ക് ജാമ്യം നൽകുകയും ഒപ്പം തന്നെ ഈ വിചാരണ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവ് ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ CBI ഈ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ മോചനം, ഈ പ്രതിയെ മോചിപ്പിക്കുന്നതിലൂടെ ഇരയെ കൂടുതൽ അപകടത്തിലേക്ക് ആക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ നിലനിൽക്കുന്നു എന്നൊരു വാദം ഇതിനു മുൻപ് ഉയർന്നതാണ്. അത്തരത്തിൽ ഈ മോചനം ഇരയെ അപകടത്തിലാക്കുന്നു, നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജന വിശ്വാസത്തെ തകർക്കുന്ന ഒരു തീരുമാനമാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പോക്സോ നിയമപ്രകാരമുള്ള സംരക്ഷണം അതിനെതിരെയൊക്കെ അതിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുൻകാല വിധികളെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ട് CBI ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട CBI സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചതാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള ഫോട്ടോ പോര് പുതിയ തലത്തിലേക്ക്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ട് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിക്ക് ഇതിൽ ദുരൂഹത തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷിബു ബേബി ജോൺ ഉന്നയിക്കുന്ന ചോദ്യം. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരോടൊപ്പം ആൾക്കാർ സെൽഫി എടുക്കുന്നത് അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഉള്ള വിഷയം ഇതൊരു കേവലം സെൽഫി എടുക്കുന്ന ഫോട്ടോ അല്ലല്ലോ. ഒരു വളരെ സൗഹൃദ സംഭാഷണത്തിൽ ഏതോ ഒരു എയർപോർട്ടിന് മുമ്പിൽ ഒരു മേശയുടെ ചുറ്റിനും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാക്കി ടോക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളിയുണ്ട്. അതേ ദിവസം തന്നെ മറ്റൊരു ഫോട്ടോയുടെ വന്നിട്ടുണ്ട്. അതായത് ഇതെല്ലാം എന്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സംഭവിച്ചു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ സോണിയാഗാന്ധിയെ കണ്ടതൊരു വലിയൊരു ദുരൂഹതയായി ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് ദുരൂഹത ഈ ഫോട്ടോയിലുണ്ട് എന്നാണ് സാധാരണ ബുദ്ധിയിൽ തോന്നുന്ന ഒരാൾക്ക് തോന്നുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ ഫോട്ടോ പോരിനൊപ്പം നേതാക്കളുടെ വാക്പോരും. സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി ചിത്രത്തിന്റെ കാര്യം മുഖ്യമന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KC വേണുഗോപാൽ അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുമോ എന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ ചോദ്യം. അയ്യപ്പന്റെ സ്വർണം കവർന്ന 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അല്ലെന്നേ, സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിൻമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പലരും ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും, ഫോട്ടോ എടുത്ത് കാണും. മനസ്സിലായില്ലേ? അതിനിപ്പോ എന്താ ബുദ്ധിമുട്ടെന്താ? ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ
സന്ദർശിച്ചുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ബിന്ദുവായി ഡി മണി. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയ പ്രവാസി വ്യവസായിയുടെ മൊഴി അനുസരിച്ച് ദിണ്ടിഗലിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തു. താൻ ഡി മണിയല്ലെന്നും M സുബ്രഹ്മണിയാണെന്നുമാണ് ഇയാളുടെ പ്രതികരണം. എന്നാൽ SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ദിണ്ടിഗലിലെ റൗണ്ട് റോഡിലുള്ള ഡി മണിയുടെ സ്ഥാപനമായ MSRD കെട്ടിടത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഉച്ചവരെ നീണ്ടു. താൻ ഉപയോഗിക്കുന്ന നമ്പർ മറ്റൊരാളുടെ പേരിലുള്ളതാണെന്നും അതിനെക്കുറിച്ചാണ് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചതെന്നും ഡി മണി 24-നോട് പറഞ്ഞു. என்னோட நம்பர் யாரும் மிஸ்யூஸ் பண்ணிருக்காங்க, அவ்வளவுதான். அதை வச்சு என்ன என்கொயரி பண்ணாங்க. வேற எந்த தொந்தரவும் அவங்க யாரும் பண்ணல. சரி, என்னோட நம்பர் வந்து இன்னொருத்தர் பேர்ல இருக்கு. அவரு யார்கிட்ட பேசியிருக்காரு. அந்த நம்பர் வந்துட்டு பண்றாங்க. மற்றபடி அவங்க எந்த டிஸ்டர்பன்ஸும் என்ன பண்ணல. அவங்க ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഡി മണി വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. SIT അന്വേഷിച്ചത് തന്നെയല്ലെന്നും തന്റെ പേര് സുബ്രഹ്മണിയെന്നാണെന്നും ഡി മണി പറഞ്ഞു. തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, സ്വർണ്ണ വജ്ര വ്യാപാരങ്ങളില്ല. IT റിട്ടേൺസ് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും ഡി മണി. உங்க பேர் என்ன கேட்டாங்க ஃபர்ஸ்ட். அதுக்கப்புறம் என்ன பிசினஸ் பண்றாங்க கேட்டாங்க. IT கேட்டாங்க. ஒன்னொன்னா அது இன்கம் டாக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, எவ்வளவு ஃபுல் நேம் சுப்ரமணி. உங்க பேரு, அதாவது உங்க பேரு, உங்க சிம் வந்து, அதாவது உங்க என்னோட நம்பர் எனக்கு தெரியும், யாரை சொல்லிப்பாங்க தெரியுது. അതേസമയം SIT ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് മൊഴി നൽകിയ പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചു. ചിത്രം കണ്ടതിന് ശേഷമാണ് സ്ഥിരീകരണം. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ ഇന്നലെയും ഇന്നും SIT ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡി മണിയെ ചോദ്യം ചെയ്തത്. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. 24 ചെന്നൈ. വാർത്തകളിലേക്ക് വീണ്ടും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്ത് കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപാടമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമലംഘനം നടത്തിയതിനാൽ പഞ്ചായത്ത് അംഗമായി തുടരാൻ സുനിലിന് അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്കുകൾ നിലവിൽ വന്നു. 6 മാസത്തിനിടെ 2ാം തവണയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടിയത്. ദീർഘദൂര യാത്രയ്ക്കിനി ചെലവേറും. പുതുക്കിയ ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം റിപ്പോർട്ടിലേക്ക്. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപയാണ് കൂട്ടിയത്. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC കോച്ചിലെ നിരക്കിന് കൂടിയത് കിലോമീറ്ററിന് 2 പൈസ. നേരത്തെ ബുക്ക് ചെയ്തവരാണെങ്കിൽ അധിക തുക നൽകേണ്ടതില്ല. എന്നാൽ ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TTA അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് ബാധകമാണ്. പുതിയ ടിക്കറ്റ് നിരക്ക് പ്രകാരം 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിപ്പിച്ചത്. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ 216 മുതൽ 750 കിലോമീറ്റർ വരെ 5 രൂപ വർധന. 751 കിലോമീറ്റർ മുതൽ 1250 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുമ്പോൾ 10 രൂപ വർധന. 1251 മുതൽ 1750 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് 15 രൂപ അധികം നൽകണം. 1751 മുതൽ 2250 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കുന്നവർക്ക് 20 രൂപയുടെ വർധന. 215 കിലോമീറ്ററിൽ താഴെ ദൂരം സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിൽ മാറ്റമില്ല. സബർബൻ സീസൺ ടിക്കറ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. ഇടത്തരം വരുമാനമുള്ള വിഭാഗത്തിന് താങ്ങാനാകുന്ന ടിക്കറ്റ് നിരക്ക് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണിത്. റിസർച്ച് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുകയാണ്. നമസ്കാരം.